എറണാകുളം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങളാണ് ജില്ലയിലെ കോൺഗ്രസിൽ കത്തുന്നത്. കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായിയെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് തന്നെ ഉയർന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയായ കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായ മുക്താദറാണ് ഇന്നിപ്പോൾ 24-നൊപ്പം ചേരുന്നത്. താങ്കളുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ്. ഒരു വ്യവസായി സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം താങ്കൾക്കെതിരെയുള്ളത്. ഒരു വ്യവസായി എന്നുള്ളതാണ് താങ്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഇമേജ്. അത് തീർച്ചും തെറ്റാണല്ലോ. കാരണം 92-ൽ ഞാൻ ബികോമിന് അല്ലമീൻ കോളേജ് ഇടത്തിൽ പഠിക്കുമ്പോൾ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു KSUവിൻ്റെ. അതിനുശേഷം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം സെക്രട്ടറിയായി, അതിനുശേഷം കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായി, പിന്നീട് ഞാൻ നിയോജക മണ്ഡലം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായി. അതുകൂടാതെ തന്നെ എൻ്റെ പാർട്ടി 2015-ൽ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ളൊരു അവസരം തരിക വഴി ഞാൻ വിജയിക്കുകയും ഞാൻ അന്ന് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറായി, അതിനുശേഷം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി. അങ്ങനെ എൻ്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ച ദൗത്യം പരിപൂർണമായിട്ട് ഞാൻ വിജയിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ 95-ൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അന്ന് എനിക്ക് 20 വയസ്സാണ്. ഞാനന്ന് പഞ്ചായത്തിലെ ഈ വാർഡിലൊക്കെ നേതൃത്വം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ CPM പ്രവർത്തകർ എൻ്റെ കാറ് തല്ലിപ്പൊളിക്കുന്നൊരു സാഹചര്യം അന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഏകദേശം 30 വർഷം മുമ്പ് അത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കോൺഗ്രസ്സുകാരനാണോ, പാർട്ടിയുടെ സജീവമാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സിമ്പിളാണ് അതൊക്കെ. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഡിവിഷന് പുറത്തുള്ള ഒരാളെ മണ്ഡലത്തിലേക്ക്, ഈ ഡിവിഷനിലേക്ക് പരിഗണിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം വരുന്നത്. എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു സ്ഥാനാർത്ഥി നിർണയം? സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് കീഴ്മാടോ അല്ലെങ്കിൽ വാഴക്കുളമോ എനിക്ക് അന്യമല്ല. എൻ്റെ തൊട്ട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. എനിക്കറിയാവുന്ന ഒട്ടനവധി ആളുകളാണ്, നല്ല ബന്ധങ്ങളുള്ള. ഞാൻ പല രീതിയിലുമുള്ള സന്നദ്ധ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. തന്നെയുമല്ല, എൻ്റെ ഈ വീടിരിക്കുന്ന പ്രദേശത്തിൻ്റെ ഒരു സ്റ്റോപ്പ് അപ്പുറമാണ് വാഴക്കുളം എന്ന് പറയുന്നത്. എൻ്റെ വീടിരിക്കുന്ന ഒരു 4 ജംഗ്ഷൻ അപ്പുറമാണ് കീഴ്മാട് ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഞാൻ ആളുകളുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുമെന്നുള്ളത് അവർക്കും അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണത്. ആദ്യഘട്ടം മുതൽ താങ്കളുടെ പേര് സജീവമായി ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ നേതൃത്വം നിർദ്ദേശം നൽകുകയായിരുന്നു മത്സരരംഗത്തേക്ക് വരുന്നത്. അത് വിജയസാധ്യത മുൻനിർത്തിക്കൊണ്ട് എൻ്റെ പാർട്ടിയിൽ എന്നൊരു വിശ്വാസം ഉണ്ടായിക്കാണും. അതുകൊണ്ടായിരിക്കാം എന്നെ അങ്ങനെ ഒരു നിയോഗിക്കാനുള്ള കാരണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ താങ്കളുടെ എങ്ങനെയാണ് ഈ പ്രചരണവും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? പലതരത്തിലുള്ള നിസ്സഹകരണം ഉണ്ടാകും എന്നുള്ളതാണ് മുൻനിര നേതാക്കൾ, അതായത് ഡിവിഷനിൽ തന്നെയുള്ള നേതാക്കൾ പറയുന്നത്. അബ്ദുൾ ജബ്ബാർ അടക്കമുള്ളവർ. ജബ്ബാർക്ക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ ഇന്നലെ വൈകിട്ടും ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും പുള്ളി ഞാനുമായിട്ട് സഹകരിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ ആരെയും അകറ്റി നിർത്തുന്നത്. സ്ഥാനാർത്ഥി ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ടീം UDF ആണത്. ഇത് എല്ലാവരും ഒറ്റക്കെട്ടാവും. അങ്ങനെ ഒരു അന്യമായിട്ട് നിൽക്കുന്നില്ല. ഷമീർ അടക്കമുള്ള ആളുകളൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കും. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇതൊരു ടീം UDF ആണ്. അത് മുന്നോട്ട് തന്നെ പോകും. എല്ലാവരും സഹകരിക്കും. പാർട്ടി എന്ത് തീരുമാനമെടുത്തോ ആ തീരുമാനവുമായിട്ട് എല്ലാവരും സഹകരിക്കും എന്നുള്ള എൻ്റെ ഉറച്ച വിശ്വാസം. തീർച്ചയായും. പ്രചരണവും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ആരംഭിച്ചു. ഇന്നലെ TH മുസ്തഫയുടെ കബടത്തിൽ പോയിട്ട് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ച്, അവിടുന്ന് നല്ല എല്ലാവരും ഉണ്ടായിരുന്നു, അവരുമായിട്ട് കൂടിയാലോചിച്ച് അപ്പുറങ്ങൾ പോയി. അതിനുശേഷം കീഴ്മാട് പോയിട്ട് അവിടെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടാനുള്ള സാഹചര്യം, അവിടുത്തെ കോൺഗ്രസിൻ്റെ എല്ലാ ഭാരവാഹികളെ കണ്ടു. ബ്ലോക്ക് പ്രസിഡന്റ് മുജീബ്, DC സെബാസ്റ്റ്യൻ മണ്ഡലം പ്രസിഡന്റ് തൊപ്പിൽ അബൂക്ക, അങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാവരെയും കണ്ട് അവരെല്ലാവരെയും ആശീർവാദം വാങ്ങിച്ച് ഇന്നലെ അവിടുന്ന് പ്രചരണം ആരംഭിച്ച് വൈകിട്ട് ഏകദേശം ഒരു 9 മണി വരെയും കടകളെല്ലാം കയറി നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നു. വരും ദിവസങ്ങളിൽ നല്ല അതിവിപുലമായ രീതിയിലുള്ള പര്യടനങ്ങൾ ഉണ്ടാകും. തീർച്ചയായും. എന്തായാലും വിജയം നേരുന്നു. വലിയ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. മറ്റ് വിവാദങ്ങളെല്ലാം തള്ളുകയാണ്. പേയ്മെൻറ്റ് വിവാദങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ തള്ളി നേതൃത്വം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ് പറയുന്നത്. നേതൃത്വത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ രാഹുലിനൊപ്പം റാഫി കരീം, 24 കൊച്ചി.